മെത്രാന്മാരെ അഥവാ ബിഷപ്പ് സ്ഥാനത്തുള്ളവരെ നമ്മൾ എന്തിനാണ് പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്? നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവല്ലേ ഉള്ളൂ. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. എന്നാൽ മത്തായി സുവിശേഷത്തിലെ 23-ാം അധ്യായം 9-ാം വാക്യം പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം പലരും ഉന്നയിക്കാറ്. ഈ സമീപ ദിവസങ്ങളിൽ MJTV പുറത്തുവിട്ട ചില വാർത്തകളുടെ താഴെയും ഇത്തരം കമന്റുകൾ കണ്ടിരുന്നു. രണ്ട് മെത്രാന്മാരുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് അതീവ രഹസ്യമായി നടന്ന ഒടുക്കം അവർ ഇരുവരും തലകുനിച്ച് പ്രാർത്ഥിക്കാനിടയായ അനുഭവത്തെക്കുറിച്ച് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്തയുടെ അടിയിലും ഇത്തരം കമന്റുകൾ കണ്ടിരുന്നു. ജോജി പോൾ എന്ന ഒരു വ്യക്തി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയമാണ്: ആരാണ് പിതാവ്? ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഒരേ ഒരു പിതാവേ ഉള്ളൂ, അത് പിതാവായ ദൈവമാണ്. ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ മെത്രാന്മാരൊക്കെ എങ്ങനെയാണ് ജനങ്ങൾക്ക് പിതാവാകുന്നത്? ഇതാണ് ചോദ്യം. കുറച്ചുകൂടി നീട്ടി കുറച്ചുകൂടി വിശദമായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നതെങ്കിലും അതിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: ബിഷപ്പ് സ്ഥാനത്തുള്ളവരെ നമ്മൾ എന്തിനാണ് പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്? നമുക്കൊരു പിതാവേ ഉള്ളൂ എന്നല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, മെത്രാൻ സ്ഥാനത്തുള്ളവരെ മാത്രമല്ലല്ലോ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നത്. ഈ വചനത്തിൽ നിങ്ങൾ ആരെയും ഭൂമിയിൽ പിതാവെന്ന് അഭിസംബോധന ചെയ്യരുത്, ഭൂമിയിൽ പിതാവെന്ന് വിളിക്കരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിതാവ് എന്ന വാക്കിന് മലയാളത്തിൽ അനേകം പര്യായങ്ങളുണ്ട് അല്ലേ? അപ്പൻ, ചാച്ചൻ, അപ്പച്ചൻ, അച്ഛൻ, അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ഡാഡി, പപ്പ, ഫാദർ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരും വൈദികരും എല്ലാവരും ഇതിൽ പെടും, ഉറപ്പാണ്. ഒരു വാക്യം കൂടി പറയാം, ഇതിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഒരു വാക്യമാണ്. അതൊരു പക്ഷേ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ റബ്ബി, ഗുരു, ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് വിളിക്കപ്പെടരുത്, കാരണം നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. തൊട്ടുമുകളിലെ ഈ വാക്യം പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാറില്ല, ആരെയും കുറ്റപ്പെടുത്തിയതല്ല. പലയിടത്തും ഉയർന്നു കേട്ടിട്ടുള്ളത് പിതാവിനെക്കുറിച്ച്, പിതാക്കന്മാരെക്കുറിച്ചുള്ള ഈ വചനം വെച്ച് പിതാക്കന്മാരെക്കുറിച്ചുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യം എന്ന ഭാഗത്താണ് ഇത് പറയുന്നത്. ദൈവത്തോടൊപ്പം അല്ലെങ്കിൽ അതിലുപരി തങ്ങൾ ബഹുമാനിക്കപ്പെടണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില നിയമജ്ഞരും ഫരിസേയരും കപടതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടവർ കരുണ ലവലേശമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ളവരെ നിരവധി ഇവരുടെ തെറ്റുകളും ആ കാലത്ത് ഈശോ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ കാലത്തും മോശ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, ഇതല്ലേ നിയമം, തിരുലിഖിതങ്ങളിൽ ഇങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ ഈശോയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈശോ മറുപടി പറയുന്നത് മോശ അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു. ഇവിടെ ഈശോ പറയുന്നത് പിതാവ് എന്ന ഒരു പദവി എന്നതിലുപരി യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഒരു നേതാവ് എന്ന ശിഷ്യന്മാരോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ എന്ന ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചാണ്. അതുപോലെ ഗുരു എന്ന് പറയുന്നത് യഥാർത്ഥ അറിവിലേക്ക് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മാർഗദർശി യേശു ക്രിസ്തു മാത്രമാണ് എന്ന തിരിച്ചറിവ് അവർക്ക് കൊടുക്കുന്നതിനാണ്. പിന്നെ ഈശോ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ സഹോദരന്മാരാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങളുടെ നോട്ടം എപ്പോഴും എന്നിലാവട്ടെ എന്ന് അവരെ മനസ്സിലാക്കാനാണ്. പിന്നീട് നമുക്ക് കാണാം അവരെ ഈശോ അപ്പസ്തോലന്മാരായി നിയമിക്കുന്നതും പത്രോസ് ആകുന്ന പാറമേൽ തൻ്റെ സഭ പണിയുന്നതുമൊക്കെ. അത് പറയുമ്പോൾ പത്രോസ് ഒരു വലിയ പാറയായി മാറുമെന്നും ആ പാറയുടെ മുകളിൽ ഈശോ തൻ്റെ സഭ പണിതു എന്നുമല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റു ചില വചനങ്ങൾ കൂടി ബൈബിൾ ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഈശോ പറയുന്നുണ്ട്. മരണശേഷം നരകത്തിൽ കിടന്ന ധനവാൻ പിതാവായ അബ്രാഹത്തെ വിളിച്ചു കരയുന്നുണ്ട്. അതെ, പിതാവായ അബ്രാഹം എന്ന് തന്നെയാണ് ഇവിടെ ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മത്തായി സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലൊക്കെ ഈശോ പിതാവെന്ന് ഉപയോഗിക്കുന്നത് കാണാം. അതായത് മത്തായിയുടെ സുവിശേഷം 10:37 ഈശോ ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നെക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഈ വാക്യമാണ്, ഇതേ കാര്യമാണ് ഈശോ ഇവിടെ പറയാൻ ശ്രമിച്ചത്. ദൈവത്തിന് മുകളിൽ ആരും പിതാവല്ല എന്നും ഇന്നും ജീവിക്കുന്ന ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന് മുകളിൽ ആരും ഗുരുവല്ല എന്നും ഈശോയ്ക്ക് മുകളിൽ മറ്റൊരു നേതാവില്ല എന്നുമാണ് ഈശോ തിരുവചനത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ ഈശോ പറയുന്നതും പഠിപ്പിക്കുന്നതും ആബാപിതാവിനെ കുറിച്ചാണ്. അപ്പനെയും തോൽപ്പിക്കുന്ന വാത്സല്യമാണ് ദൈവം എന്ന സത്യമാണ്. ആ അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ഒരപ്പനേ ഉള്ളൂ, നമ്മളെല്ലാം സ്വർഗപിതാവിൻ്റെ മക്കളാണ്. ആബ എന്ന അർത്ഥത്തിൽ ഭൂമിയിലെ അപ്പനെയും അമ്മയെയും തോൽപ്പിക്കുന്ന ഇൻറ്റിമസിയാണ്, ആത്മബന്ധമാണ്, വാത്സല്യമാണ് സ്വർഗപിതാവ്. ആ അർത്ഥത്തിൽ നമുക്കൊരു ഒറ്റ ആബായേ ഉള്ളൂ. അതാണ് ഈശോ പറഞ്ഞത്. അല്ലാതെ നമുക്ക് ജന്മം നൽകിയ അപ്പനെ നിന്ദിക്കണമെന്നോ അദ്ദേഹത്തെ അപ്പ എന്ന് വിളിക്കരുതെന്നോ, ഭൂമിയിൽ വിദ്യ പകർന്നു തന്നവരെ, അക്ഷരജ്ഞാനം പകർന്നു തന്നവരെ ഗുരു എന്ന് വിളിക്കരുതെന്നോ, അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്ത് നമ്മളെ വളർത്തിയവരെ അപ്പ എന്ന് വിളിക്കരുതെന്നോ അല്ല. ഇത് സിമ്പിൾ ലോജിക്കാണ്.
ഇത്തരം ചോദ്യങ്ങളുടെ പിന്നിലെ സ്പിരിറ്റ് നെഗറ്റീവാണ്. വചനം പഠിക്കുക എന്നതിനേക്കാൾ സത്യകത്തോലിക്കാ സഭയെ എതിർക്കാനുള്ള കൊതി കൊണ്ടാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പിതാവ് എന്ന് വിളിക്കരുത് എന്ന വചനത്തിന് തൊട്ടു മുമ്പുള്ള വചനം ഒരിക്കലും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഗുരു എന്നും വിളിക്കരുത്. പക്ഷേ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇതാണ് ഇതിൻ്റെ വിശദീകരണം. ഈ വിശദീകരണങ്ങൾ നൽകിയത് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീണു പോകരുത്. നമ്മളൊരു ബിഷപ്പിനെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു വിശ്വാസ ജനതയുടെ അപ്പൻ എന്ന ആത്മീയ അപ്പൻ എന്ന അർത്ഥത്തിലാണ്. ആബാപിതാവിന് പകരക്കാരനായല്ല, ആബാപിതാവിൻ്റെ വെറും നിഴലായി ഭൂമിയിൽ ഞങ്ങളെ വിശ്വാസത്തിൽ നയിക്കുന്ന അപ്പൻ്റെ സ്ഥാനമുള്ളവൻ എന്ന അർത്ഥമേ ഉള്ളൂ അതിന്. അദ്ദേഹം അതിനിണങ്ങിയ അപ്പനായാൽ ആ വിളിക്ക് അദ്ദേഹം യോഗ്യനുമാണ്. ദൈവത്തിന് സ്തുതി.